അവനെ കിട്ടിയില്ലേ പിന്നെന്താ? സാറന്മാരെ ദേ ഇയാള് പോയിട്ടാ ആള് തീർന്നെന്ന്. എന്താ അടിയാണ് സാറേ അടിച്ചത്? ഒറ്റയടിക്കൊക്കെ ആള് തട്ടിപ്പോന്ന് പറഞ്ഞ ഹോ സമ്മതിച്ച്. എന്തായാലും ജയിലിലൊരു കമ്പനിയെ. ഇവനൊക്കെ ചാകേണ്ടവനാണ് സാറേ. നന്നായി. സാറ് പേടിക്കണ്ട, ഈ കുറ്റം ഞാൻ ഏറ്റോളാം. ഇതിനു വേണ്ടി മാത്രമാ ഞാൻ ചാടിയത്. ഒലത്തും ഇതിപ്പോ കൊലപാതകമാണ്. IPC സെക്ഷൻ 304 ക്രിമിനൽ കേസ്. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. സാറേ ഒന്ന് പതുക്കെ പറ, ചുറ്റുപാട് ആളുകളുള്ളതാണ്. അല്ല സാറിനത് എന്തിന്റെ കുഴപ്പമാണ്? കുറ്റവിനെ ഏറ്റോളാന്ന് പറഞ്ഞല്ലേ. ഈ സാർ അത്ര നല്ല പുള്ളിയൊന്നല്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നീ ചെയ്തത് ഇതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. ഈ സ്കൂൾ പിള്ളേർ പോലെ പണ്ടം കണ്ട് നിങ്ങമ്മല ഉടക്കുണ്ടായെന്ന് വെച്ചിട്ട് അതിനൊക്കെ പറഞ്ഞു നോക്കുന്നത് ഇപ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് ഒരു ടീം സ്പിരിറ്റ് ഇല്ല. അതൊക്കെ ഞങ്ങൾ കള്ളന്മാരെ കണ്ടുപിടി. എന്തായാലും ഇവനെ ഞാൻ പൊട്ടും. ആ എന്നാ സാറ് തൂങ്ങും. ഞാനാണല്ലോ ഇതിന് ഒരേ ഒരു സാക്ഷി. ഞാൻ പറയും സാറാണ് കൊന്നതെന്ന്. സാറ് പേടിക്കൊന്നും വേണ്ട സാറേ. ഈ സാറ് പറയാനൊന്നും പോണൊന്നുമില്ല. പെങ്ങള് കരയണ്ട. ഒന്നല്ലെങ്കിലും നല്ല 4 മുട്ടൻ ആങ്ങളമാരില്ലേ കൂടെ. ഈ കിടക്കുന്നവൻ ചാകേണ്ടവൻ തന്നെയാണ്. ഈ തെണ്ടിക്ക് വേണ്ടിട്ട് ഈ ചെക്കനോ നമ്മളോ ആരെങ്കിലും ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമുണ്ടോ? ഈ കിളവന്റെ ഇഷ്ടതയൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. നമ്മൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. ഒന്ന് കൈവെക്ക് സാറുമാരെ. പതുക്കെ 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 ആദ്യം കാലി വെക്ക്. മണ്ണിട്ടോ മണ്ണിട്ടോ. റോസമ്മ ടീച്ചർക്കെങ്കിലും സമാധാനം കൊടുക്കണേ മേസ്ത്രി. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ഈ ജയിലാട്ടം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അക്കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചു. ഒപ്പിട്ടോളൂ. ജോലി കിട്ടോ? അവരൊരു നാണം കണ്ടില്ലേ? ഞാൻ വീട്ടില് ഡ്യൂട്ടിക്ക് പോണെന്ന് പറഞ്ഞാ ഇറങ്ങിയിരിക്കുന്നത്.
ഏട്ടനും വീട്ടിൽ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നേ? നീ ഭാഗ്യവാനടാ. അല്ലല്ല കേക്ക്. എന്റെ പൊന്നു മോളെ ജോളിയേട്ടൻ മറന്നതല്ല. എടി ഞാൻ പെട്ടുപോയതാ. ഇവളെ കെട്ടിയില്ലായിരുന്നെങ്കിൽ നാട്ടുകാരനെ കൊന്നേനെ. ഞാൻ രാവിലെ വിളിക്കാം. പാല്. ഹലോ, ആരാ? വനജകുമാരി അല്ലേ? അതെ, നിങ്ങളാരാ? എന്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. നമ്പർ കണ്ടിട്ട് വിളിച്ചതാണ്. ട്രെയിനിന്റെ ബാത്റൂമില് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ട്രെയിനിന്റെ ബാത്റൂമിൽ നമ്പർ കൊടുത്ത നിന്റെ അച്ഛനാടാ. നാറി. കുറച്ച് നാളായി നിനക്ക് അസുഖം തുടങ്ങിയിട്ട്. അലവലാതി. മേല എന്റെ ഫോണിൽ വിളിച്ചോണ്ടല്ലോ. കൊന്നുകളയും ഞാൻ നിന്നെ. കട്ടായോ? ഏട്ടൻ പാല് കുടിക്കേ. തരൂ. കിടക്കാം. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിലെത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവേ, ഈ സഹോദരിക്ക് നിത്യവിശ്രാന്തി അരുളണമേ. ഇയാളുടെ ആത്മാവും സകല മരിച്ച വിശ്വാസികൾ. റോസമ്മ ടീച്ചറിന്റെ കുടുംബക്കല്ലറയിൽ അന്തിയുറങ്ങുന്ന മേസ്ത്രിയെക്കുറിച്ച് പിന്നീട് ആരും അറിഞ്ഞില്ല. ആരും അറിയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. ജോൺസൺ സാറിന്റെ സഹായത്തോടെ നന്ദുവിന്റെ ചേച്ചി ലക്ഷ്മിക്ക് നല്ലൊരു ജോലി കിട്ടി. തന്റെ സഹോദരി പുറത്ത് സുരക്ഷിതയാണെന്ന സമാധാനത്തോടെ നന്ദുവിന്റെ ജീവിതം മുന്നോട്ട്. മാരനുമൊത്തുള്ള സൗഹൃദത്തിലൂടെ സ്വന്തം വിഷമങ്ങൾ മറന്ന് നന്ദു വീണ്ടും ചിരിച്ചു തുടങ്ങി.